ഹിസ് ഫാദർ കെയിം ഇൻ ദ ഈവനിങ്. അച്ഛൻ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു. ഉണ്ണിക്കുട്ടൻ ആസ്ക്ഡ്, എന്താ ഉണ്ണിക്കുട്ടൻ ചോദിച്ചത്? ഫാദർ, വെൻ വി വെന്റ് ടു അപ്പൂസ് ചേട്ടൻസ് ഹൗസ് വി സോ റെഡ് സോയിൽ ദർ. നമ്മൾ അന്ന് അപ്പുവേട്ടൻ്റെ വീട്ടിൽ പോയില്ലേ, അവിടെ ചുവന്ന മണ്ണല്ലേ കണ്ടത്. ആൻഡ് അറ്റ് ദ സീ ഷോ വി സോ ഫൈൻ സാൻഡ്. കടൽ തീരത്ത് പോയപ്പോഴോ അവിടെ കണ്ടത് ചെറിയ തരിമണലാണ്. വൈ ഈസ് ഇറ്റ് സോ? ഹിസ് ഫാദർ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഓൾ ദ സോയിൽ ദാറ്റ് വി സീ അറൗണ്ട് us ഈസ് നോട്ട് ഓഫ് ദ സെയിം കൈൻഡ്. നമുക്ക് ചുറ്റും കാണുന്ന മണ്ണ് എല്ലാം ഒരുപോലെയല്ല. വി ക്യാൻ സീ സം ഡിഫറൻസ്. സോയിൽ, മണ്ണ്. വാട്ട് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്ത് ഏത് തരം മണ്ണാണുള്ളത്? ഈസ് ദ സോയിൽ ഇൻ യുവർ ലൊക്കാലിറ്റി ദ സെയിം ആസ് ദ സോയിൽ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് യു സീ വെൻ യു ട്രാവൽ? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള പ്രദേശങ്ങളിലെ മണ്ണും അതുപോലെ നിങ്ങളുടെ പ്രദേശത്തെ മണ്ണും ഒരുപോലെയാണോ? സോയിൽ ഈസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. മണ്ണ് പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സോയിൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണ്. ദെൻ സാൻഡ്, മണൽ മണ്ണ്. റെഡ് സോയിൽ, ചെമ്മണ്ണ്. ക്ലേ, കളിമണ്ണ്. ആൻഡ് ബ്ലാക്ക് സോയിൽ, കരിമണ്ണ്. Alluvial soil is the top soil that is carried away by water and sedimented at a place. എന്താണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്? ജലത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മേൽമണ്ണ് അടിഞ്ഞുകൂടുന്നതാണ് എക്കൽ മണ്ണ്. അലൂവിയൽ സോയിൽ ഈസ് ദ ടോപ്പ് സോയിൽ. അതായത് മേൽമണ്ണ് ദാറ്റ് ഈസ് ക്യാരിഡ് അവേ ബൈ വാട്ടർ, ജലത്തോടൊപ്പം ഒഴുകി വരുന്ന ആ മണ്ണ്. ആൻഡ് സെഡിമെൻറ്റഡ് അറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടുന്നു. സെഡിമെൻറ്റഡ് മീൻസ് അടിഞ്ഞുകൂടുക. അതാണ് എക്കൽ മണ്ണ്. ദെൻ സാൻഡ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ടൈനി ഗ്രാന്യൂൾസ്. മണ്ണിൽ അധികവും എന്താണ് ഉണ്ടാവുക? ടൈനി ഗ്രാന്യൂൾസ്, ചെറിയ തരികൾ, ടൈനി ഗ്രാന്യൂൾസ്. സോയിൽ ഇൻ റെഡ് കളർ ഈസ് റെഡ് സോയിൽ. ചുവന്ന നിറത്തിൽ കാണുന്ന മണ്ണാണ് റെഡ് സോയിൽ, ചെമ്മണ്ണ്. ക്ലേ സോയിൽ ഈ സോയിൽ ദാറ്റ് ഈസ് സ്റ്റിക്കി. ഇനി കളിമണ്ണ് എങ്ങനെയാണ്? ക്ലേ സോയിൽ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് സ്റ്റിക്കി, വളരെ പശിമയുള്ളതാണ്, സ്റ്റിക്കി, ഒട്ടിപ്പിടിക്കുന്നതാണ്. ബ്ലാക്ക് സോയിൽ ഈ സോയിൽ സീൻ ആസ് ബ്ലാക്ക് ഗ്രാന്യൂൾസ്. ഇനി ബ്ലാക്ക് സോയിൽ കളിമണ്ണ് എങ്ങനെയാണ്? കരിമണ്ണ് കാണപ്പെടുക കറുത്ത നിറത്തിൽ തരിതരിയായിട്ട്, ഗ്രാന്യൂൾസ് ആയിട്ടാണ് കരിമണ്ണ് കാണുന്നത്. കളക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. വിവിധ തരത്തിലുള്ള മണ്ണ് ശേഖരിച്ച് ഒരു ആൽബം നിർമ്മിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്തായിരുന്നു? ടൈപ്സ് ഓഫ് സോയിൽ, വിവിധ തരത്തിലുള്ള സോയിൽ എഴുതി അവയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാനാണ്. അപ്പം നമുക്ക് ആദ്യത്തെ സോയിൽ ഏതെഴുതാം? അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? It is the type of soil that is carried away by water and deposited at a place. അതായത് ജലത്തിനോടൊപ്പം ഒഴുകി വരുന്ന മണ്ണാണ് അലൂവിയൽ സോയിൽ. അത് നല്ല വളക്കൂറുള്ള മണ്ണാണ്, കൃഷിക്കൊക്കെ യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. ദെൻ സാൻഡ്, മണൽ മണ്ണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി ഗ്രാന്യൂൾസ്. ചെറിയ തരികളുള്ള മണ്ണാണ് മണൽ മണ്ണ്. ദെൻ റെഡ് സോയിൽ, ചെമ്മണ്ണ്. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ, ചുവന്ന നിറമായിരിക്കും. ക്ലേ സോയിൽ, കളിമണ്ണ്. ക്ലേ ഈസ് സ്റ്റിക്കി, നല്ല പശിമയുള്ള മണ്ണാണ്, സ്റ്റിക്കിയാണ് ക്ലേ സോയിൽ. ദെൻ ബ്ലാക്ക് സോയിൽ, കരിമണ്ണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്ലാക്ക് ഗ്രാന്യൂൾസ്. കറുത്ത ചെറിയ തരികൾ ഉള്ള മണ്ണാണ് ബ്ലാക്ക് സോയിൽ, കരിമണ്ണ്. ഉണ്ണിക്കുട്ട, അമ്മ ഈസ് കോളിംഗ്. നൗ ലെറ്റ്സ് പ്ലേ ആഫ്റ്റർ ഫുഡ്. ഉണ്ണിക്കുട്ട, അമ്മ വിളിക്കുന്നു, ഇനി നമുക്ക് ചോറുണ്ടിട്ട് കളിക്കാം. മൈ ഹാൻഡ്സ് ആർ ഡേർട്ടി. എൻ്റെ കൈ നിറയെ അഴുക്കാ. ലുക്ക് മണിക്കുട്ടി, നോക്ക് മണിക്കുട്ടി. ഹൗ ഈസ് ദാറ്റ് സോ മച്ച് ഓഫ് ഡേർട്ട് കംസ് ഫ്രം ദ സോയിൽ? ഈ മണ്ണിൽ നിന്ന് ഇത്രയധികം അഴുക്ക് എങ്ങനെയാണ് വന്നത്? ദിസ് ഡേർട്ട് ഈസ് ഫോംഡ് ഫ്രം ദ സോയിൽ ആൻഡ് അതർ തിങ്സ് ഇൻ ദ സോയിൽ. മണ്ണും മണ്ണിലുള്ള മറ്റ് വസ്തുക്കളും ചേർന്നാണ് ഈ അഴുക്കൊക്കെ ഉണ്ടായത്. കോമ്പോസിഷൻ ഓഫ് ദ സോയിൽ.
മണ്ണിൽ എന്തെല്ലാം ഉണ്ട്? ഫ്രണ്ട്സ്, വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ദ ടോപ്പ് സോയിൽ? ടോപ്പ് സോയിൽ മീൻസ് മേൽമണ്ണ്. മേൽമണ്ണിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത്? ലെറ്റ് us try a simple experiment. നമുക്ക് ഒരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. Collect soil from various places like the area around the well in your school, the schoolyard, area around a tree and the playground. Collect soil, മണ്ണ് ശേഖരിക്കണം. ഫ്രം വേരിയസ് പ്ലേസസ്, പല സ്ഥലങ്ങളിൽ നിന്നും. എവിടെ നിന്നൊക്കെയാണ്? ഏരിയ അറൗണ്ട് ദ വെൽ ഇൻ യുവർ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിലെ കിണറ്റിൻ്റെ അടുത്ത് നിന്നുള്ള മണ്ണ് ശേഖരിക്കുക. ദ സ്കൂൾ യാർഡ്, സ്കൂളിലെ മുറ്റമില്ലേ അവിടെ നിന്നും മണ്ണ് ശേഖരിക്കുക. ഏരിയ അറൗണ്ട് എ ട്രീ, അതുപോലെ ഒരു മരച്ചുവടിൽ നിന്നും മണ്ണ് ശേഖരിക്കുക. ആൻഡ് ദ പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലത്ത് നിന്നും മണ്ണ് ശേഖരിക്കുക. See that you take the same quantity of soil from all these places. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഓരോ സ്ഥലത്ത് നിന്നും തുല്യ അളവിൽ മണ്ണെടുക്കാൻ ശ്രദ്ധിക്കണം. Put them in different glasses. അവ ഓരോന്നും ഓരോ ഗ്ലാസ്സിലായിട്ട് നിക്ഷേപിക്കണം. Pour water and stir well. വെള്ളം ഒഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? Stir well, നന്നായിട്ട് ഇളക്കണം. Keep them still for some time. എന്ത് ചെയ്യണം? കുറച്ച് നേരം അങ്ങനെ തന്നെ keep them, അതുപോലെ വെക്കുക, ഇളക്കാതെ വെക്കുക. വാട്ട് ഓൾ ഡു യു സീ ഡിയർ ഫ്രണ്ട്സ്? കൂട്ടുകാരെ, നിങ്ങൾ എന്താണ് കണ്ടത്? എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എക്സ്പെരിമെൻറ്റ് നോട്ട്, ആ പരീക്ഷണ കുറിപ്പ് എഴുതണം. യു മൈറ്റ് ഹാവ് സീൻ സോയിൽ സെറ്റിംഗ് ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗ്ലാസ്. ഗ്ലാസിൻ്റെ അടിയിൽ മണ്ണ് അടിഞ്ഞു കൂടിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? വാട്ട് എൽസ് ഡു യു സീ അപ്പാർട്ട് ഫ്രം സോയിൽ? മണ്ണ് കൂടാതെ, അപ്പാർട്ട് ഫ്രം സോയിൽ, മണ്ണ് കൂടാതെ വാട്ട് എൽസ്, വേറെ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ആർ ഇൻ ദ സർട്ടൻ അതർ പാർട്ടിക്കിൾസ് ഫ്ലോട്ടിംഗ് ഓൺ ദ സർഫേസ് ഓഫ് ദ വാട്ടർ ഇൻ ദ ഗ്ലാസ്? വേറെ ഗ്ലാസ്സിലെ വെള്ളത്തിന് മുകളിൽ വേറെ ഏതെങ്കിലും വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നില്ലേ? ഇസ് ദ എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സോയിൽ ടേക്കൺ ഫ്രം ഓൾ 4 ഏരിയാസ് ദ സെയിം? 4 സ്ഥലങ്ങളിൽ നിന്നുമാണല്ലോ നമ്മൾ മണ്ണെടുത്തത്. അവിടെ എല്ലാം ഒരുപോലെയാണോ മറ്റു വസ്തുക്കൾ ചേർന്നിട്ടുള്ളതായിട്ട് കാണുന്നത്? ഇൻ വിച്ച് സോയിൽ വേർ ദ അതർ പാർട്ടിക്കിൾസ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റി? ഏത് പ്രദേശത്ത് നിന്ന് ശേഖരിച്ച മണ്ണിലാണ് മറ്റു വസ്തുക്കൾ കൂടുതലായിട്ട് കാണുന്നത്? വാട്ട് ആർ ദ തിങ്സ് യു കുഡ് സീ ഇൻ ദ സോയിൽ? മണ്ണിൽ നമുക്ക് എന്തെല്ലാം വസ്തുക്കളാണ് കാണാൻ സാധിക്കുക? ഡ്രൈ ക്രംബിൾ ലീവ്സ്, ഉണങ്ങി പൊടിഞ്ഞ ഇലകൾ. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്, ക്രംബിൾഡ് മീൻസ് പൊടിഞ്ഞ ഇലകൾ. ക്രംബിൾഡ് ടിങ്സ്, ചുള്ളിക്കമ്പുകൾ പൊടിഞ്ഞത്. ടൈനി ക്രീച്ചേഴ്സ്, ചെറിയ ചെറിയ ജീവികൾ. പീസസ് ഓഫ് പേപ്പർ, കടലാസിൻ്റെ കഷ്ണം. പിന്നെ എന്തൊക്കെയാണ് കാണാറ്? ഗ്ലാസ് ബോട്ടിൽ അല്ലേ? ഗ്ലാസ് ബോട്ടിൽ കാണാം. പിന്നെ പ്ലാസ്റ്റിക് കവേഴ്സ് കാണാം. പിന്നെ തെർമോകോൾ, കോട്ടൺ ക്ലോത്ത്, പോളിസ്റ്റർ ക്ലോത്ത്, ബനാന പീൽ, അങ്ങനെ പലതും നമ്മൾ മണ്ണിൽ കാണാറുണ്ട്. മോസ്റ്റ് ഓഫ് സച്ച് പാർട്ടിക്കിൾസ് ദാറ്റ് കളക്ട് ഓൺ ദ ടോപ്പ് സോയിൽ ഡീകേ ഇൻ ദ സോയിൽ ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ. ഇതുപോലെ ടോപ്പ് സോയിൽ, മേൽമണ്ണിൽ അടിഞ്ഞുകൂടുന്ന വസ്തുക്കളുണ്ടല്ലോ, പാർട്ടിക്കിൾസ്, ഈ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഡീകേ ഇൻ ദ സോയിൽ, മണ്ണിൽ അലിഞ്ഞു ചേരുന്നു. ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ, അതുകൂടാതെ മണ്ണിനെ നല്ല വളക്കൂറുള്ളതാക്കി മാറ്റുന്നു, ഫെർട്ടൈൽ ആക്കുന്നു. പ്ലാന്റ്സ് ഗ്രോ വെരി വെൽ ഇൻ ദി സോയിൽ. ഇത്തരം മണ്ണിൽ പ്ലാന്റ്സ്, സസ്യങ്ങൾ നന്നായിട്ട് വളരും, വെരി വെൽ, നന്നായി വളരും. സച്ച് ഫെർട്ടൈൽ സോയിൽ ഈസ് ദ ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. ഇങ്ങനെയുള്ള സോയിൽ ഉണ്ടല്ലോ, ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണാണ്, കൃഷിക്ക് വളരെ നല്ലതാണ്, ബെസ്റ്റാണ്, കൃഷിക്ക് ഉത്തമമാണ്. മണിക്കുട്ടി, the soil has absorbed all the water I poured out for this plant. മണിക്കുട്ടി, the soil has absorbed all the water. എല്ലാ വെള്ളവും ഈ മണ്ണ് വലിച്ചെടുത്തു, അബ്സോർബ് ചെയ്തു. I poured out for this plant. ഞാൻ ഈ ചെടിക്ക് ഒഴിച്ച, poured out, ഞാൻ ഒഴിച്ച വെള്ളമെല്ലാം ഈ മണ്ണ് വലിച്ചെടുത്തല്ലോ. Will the plant get at least some? ഈ ചെടിക്ക് കുറച്ചെങ്കിലും വെള്ളം കിട്ടുമോ? ഉണ്ണിക്കുട്ടാ, isn't the soil dried by the heat of the sun? നല്ല വെയിലേറ്റ് ഉണങ്ങിക്കിടക്കുന്ന മണ്ണല്ലേ സോയിൽ. ഡ്രൈഡ്, സോയിലൊക്കെ ഉണങ്ങിക്കിടക്കാണ്. ബൈ ദ ഹീറ്റ് ഓഫ് ദ സൺ, സണ്ണിൻ്റെ ഹീറ്റ് കാരണം, ചൂട് കാരണം ഉണങ്ങിക്കിടക്കുന്ന മണ്ണല്ലേ. ഇറ്റ് വുഡ് ഓൾസോ ബി തേഴ്സ്റ്റി. അതിനും നല്ല ദാഹം കാണില്ലേ?
ഇറ്റ് ഈസ് ദ വാട്ടർ ഇൻ ദ സോയിൽ ദാറ്റ് എ പ്ലാന്റ് അബ്സോർബ് ത്രൂ ഇറ്റ്സ് റൂട്ട്. മണ്ണിലെ ഈ വെള്ളമാണ് ചെടി വേരിലൂടെ വലിച്ചെടുക്കുന്നത്. സോയിൽ ആൻഡ് വാട്ടർ, മണ്ണും വെള്ളവും. ഡു ഓൾ ടൈപ്പ് ഓഫ് സോയിൽ ഹോൾഡ് വാട്ടർ ഇൻ ദ സെയിം ക്വാണ്ടിറ്റി? എല്ലാ മണ്ണും ജലം പിടിച്ചു നിർത്തുന്നത് ഒരുപോലെയാണോ? പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ നെക്സ്റ്റ് എക്സ്പീരിമെൻറ്റ്. അടുത്ത പരീക്ഷണത്തിൽ തയ്യാറായിക്കോളൂ. കളക്ട് മഡി സോയിൽ ഫ്രം എ ഫീൽഡ്, റെഡ് സോയിൽ ആൻഡ് സാൻഡി സോയിൽ. ഏതൊക്കെ മണ്ണാണ് ശേഖരിക്കേണ്ടത്? വയലിലെ മണ്ണ്, മഡി സോയിൽ ഫ്രം എ ഫീൽഡ്, വയലിലെ മണ്ണ്, പാടത്തെ മണ്ണ്. ദെൻ റെഡ് സോയിൽ, ചെമ്മണ്ണ്. ആൻഡ് സാൻഡി സോയിൽ, മണൽ മണ്ണ്. യു മസ്റ്റ് കളക്ട് ഓൺലി ഡ്രൈ സോയിൽ. നന്നായി ഉണങ്ങിയ മണ്ണാണ് ശേഖരിക്കേണ്ടത്. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് പുട്ട് ഹോൾസ് ഇൻ ദം. 3 കണ്ണൻ ചിരട്ടകൾ എടുക്കണം, 3ലും ദ്വാരങ്ങൾ ഇടണം. കീപ് കോട്ടൺ ഓർ ക്ലോത്ത് ഇൻ ദ ഹോൾ ഓഫ് ദ കോക്കനട്ട് ഷെൽസ്. പഞ്ഞിയോ പരുത്തി തുണിയോ ചിരട്ടയുടെ ദ്വാരത്തിൽ വെക്കണം. ഫിൽ ദ 3 കോക്കനട്ട് ഷെൽസ് വിത്ത് ദ സോയിൽ കളക്റ്റഡ്. നമ്മൾ ശേഖരിച്ച ആ മണ്ണുണ്ടല്ലോ, അത് 3 ചിരട്ടകളിലും നിറയ്ക്കുക. സീ ദാറ്റ് ദ സോയിൽ ഈസ് ടേക്കൺ ഇൻ ഈക്വൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മണ്ണ് തുല്യ അളവിലാണ് നിറയ്ക്കേണ്ടത്. നൗ പ്ലേസ് ദീസ് കോക്കനട്ട് ഷെൽസ് ഓൺ എ ഗ്ലാസ് ടംബ്ലർ ഈച്ച്. ഈ കണ്ണൻ ചിരട്ടകൾ ഓരോന്നും ഓരോ ഗ്ലാസ്സിന് മുകളിൽ വയ്ക്കുക. pour water in same quantity in each of the shells. ഒരേ അളവിൽ വെള്ളം എല്ലാ ചിരട്ടകളിലും ഒഴിക്കണം. ഒബ്സർവ് ഫോർ സം ടൈം. എന്നിട്ടോ കുറച്ച് സമയം നിരീക്ഷിക്കുക. നോട്ടീസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദ ഗ്ലാസസ്. ഗ്ലാസ്സിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവ് നോക്കുക. ഈസ് ഇറ്റ് ദ സെയിം? ഒരുപോലെയാണോ? Which of the soil in the coconut shells absorbed more water? ഏത് ചിരട്ടയിലെ മണ്ണാണ് കൂടുതൽ അബ്സോർബ് ചെയ്തത്, കൂടുതൽ വെള്ളം കുടിച്ചത്? ഏത് ചിരട്ടയിലെ മണ്ണാണ്? The capacity to absorb water is not the same for all types of soil. എല്ലാ മണ്ണിലും ജലം സംഭരിക്കാനുള്ള ശേഷി ഒരുപോലെയല്ല. കപ്പാസിറ്റി മീൻസ് ശേഷി. ടു അബ്സോർബ് വാട്ടർ, വെള്ളം സംഭരിക്കാനുള്ള ശേഷി, വെള്ളം ആഗിരണം ചെയ്യാനുള്ള ശേഷി. നോട്ട് സെയിം, ഒരുപോലെയല്ല. ഫോർ ഓൾ ടൈപ്പ് ഓഫ് സോയിൽ, എല്ലാ മണ്ണിനും ഒരുപോലെയല്ല. ദ കപ്പാസിറ്റി ഓഫ് സാൻഡി സോയിൽ ടു അബ്സോർബ് വാട്ടർ ഈസ് ലെസ്. അതായത് സാൻഡി സോയിലില്ലേ, മണൽ മണ്ണിന് ജലം സംഭരിക്കാനുള്ള ശേഷി കുറവാണ്. ദ കപ്പാസിറ്റി ഓഫ് റെഡ് സോയിൽ ദാറ്റ് കണ്ടെയ്ൻസ് ഓർഗാനിക് മാറ്റർ ടു അബ്സോർബ് വാട്ടർ ഈസ് ഗ്രേറ്റർ. അതായത് റെഡ് സോയിൽ, ചെമ്മണ്ണിൽ കൂടുതൽ എന്താണുള്ളത്? കണ്ടെയ്ൻസ് ഓർഗാനിക് മാറ്റർ, ജൈവ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്, അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആ മണ്ണിന്, റെഡ് സോയിലിന്, ചെമ്മണ്ണിന് അബ്സോർബ് വാട്ടർ ഈസ് ഗ്രേറ്റർ. ജലത്തെ നന്നായിട്ട് ആഗിരണം ചെയ്യാനുള്ള, ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷി കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു എക്സ്പീരിമെൻ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ എക്സ്പീരിമെൻറ്റിൻ്റെ സ്റ്റെപ്പൊക്കെ നമുക്കറിയാലോ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം എന്താണ് എക്സ്പീരിമെൻ്റ് ചെയ്യാൻ വേണ്ടത്? മെറ്റീരിയൽസ് നീഡഡ്, ആവശ്യമായ വസ്തുക്കളുടെ പേരെഴുതണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ, വിവിധ തരത്തിലുള്ള മണ്ണ് വേണം. ഗ്ലാസ്, പിന്നെയോ വാട്ടർ, കോക്കനട്ട് ഷെൽസ്, കോട്ടൺ ക്ലോത്ത്, ഇതൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആവശ്യമാണ്. ദെൻ പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? കളക്ട് മഡി സോയിൽ ഫ്രം ദ ഫീൽഡ്, റെഡ് സോയിൽ ആൻഡ് സാൻഡി സോയിൽ. വിവിധ തരത്തിലുള്ള മണ്ണുകൾ ശേഖരിച്ചു. പിന്നെയോ ഡ്രൈ ദം സെപ്പറേറ്റ്ലി ഇൻ ദ സൺ. ഓരോന്നും വേറെ വേറെ ഉണക്കാൻ വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പ്, ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ഓഫ് ദ സെയിം സൈസ് വിത്ത് ഹോൾസ്. ഒരേപോലെയുള്ള 3 ചിരട്ടകൾ എടുത്തു. എന്നിട്ട് അതിൻ്റെ അടിവശത്ത് ഓരോ ദ്വാരങ്ങൾ ഇട്ടു. കീപ് ദീസ് കോക്കനട്ട് ഷെൽസ് ഓൺ ദ 3 ഗ്ലാസസ് ഓഫ് ദ സെയിം ഷേപ്പ് ആൻഡ് സൈസ്. ഈ കോക്കനട്ട് ചിരട്ടകൾ 3 ഗ്ലാസിൻ്റെയും മുകളിലായിട്ട് വയ്ക്കുക. കീപ് കോട്ടൺ ക്ലോത്ത് ഇൻ ദ ഹോൾസ്. ആ ചിരട്ടയിൽ നമ്മൾ ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ കോട്ടൺ ക്ലോത്ത് വെക്കണം. ഫിൽ ഈച്ച് ഷെൽ വിത്ത് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ കളക്റ്റഡ് സോയിൽ.
ശേഖരിച്ച മണ്ണ് തുല്യ അളവിൽ 3 ചിരട്ടയിലും വയ്ക്കുക. പോർ വാട്ടർ ഇൻ ദ സെയിം ക്വാണ്ടിറ്റി ഇൻ ഈച്ച് ഓഫ് ദ ഷെൽസ്. 3 ചിരട്ടയിലും തുല്യ അളവിൽ വെള്ളം ഒഴിക്കുക. ഒബ്സർവ് ഫോർ സം ടൈം. കുറച്ച് നേരത്തിന് ശേഷം അത് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. അപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ് ഒബ്സർവേഷനിൽ എഴുതേണ്ടത്. ദ ലെവൽസ് ഓഫ് വാട്ടർ ഇൻ ദ ഗ്ലാസസ് ആർ നോട്ട് ദ സെയിം. 3 ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് തുല്യമല്ല. ദർ ഈസ് മോർ വാട്ടർ ഇൻ ദ ഗ്ലാസ് വിച്ച് ഹാസ് എ ഷെൽ ഫിൽഡ് വിത്ത് സാൻഡി സോയിൽ. നമ്മൾ മണലിട്ട ചിരട്ട ഉണ്ടല്ലോ, അതിനടിയിലുള്ള ആ ഗ്ലാസ്സിലുള്ള വെള്ളം കൂടുതൽ കാണാൻ സാധിക്കും. There is the least amount of water in the glass which has a shell with red soil. നമ്മൾ ചെമ്മണ്ണ് വെച്ച ആ പാത്രത്തിൽ, ചെമ്മണ്ണിൻ്റെ ചിരട്ട വെച്ച ആ ഗ്ലാസ്സിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ കാണുകയുള്ളൂ. ദെൻ ഇൻഫറൻസ്. നമ്മൾ എന്ത് നിഗമനത്തിലാണ് എത്തിയത്? സാൻഡി സോയിൽ ഹാസ് ദ ലീസ്റ്റ് എബിലിറ്റി ടു ഹോൾഡ് വാട്ടർ. സാൻഡി സോയിൽ, മണൽ മണ്ണിന് വളരെ കുറച്ച് ജലം സംഭരിക്കാനുള്ള, ആഗിരണം ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. റെഡ് സോയിൽ ഹാസ് ഗ്രേറ്റർ എബിലിറ്റി ടു ഹോൾഡ് വാട്ടർ. എന്നാൽ ചെമ്മണ്ണിന് ജലം സംഭരിക്കാനുള്ള കഴിവ്, എബിലിറ്റി കൂടുതലാണ്. ഇറ്റ് ഈസ് ബിക്കോസ് റെഡ് സോയിൽ ഹാസ് ഓർഗാനിക് മാറ്റർ ഇൻ ഇറ്റ്. എന്തുകൊണ്ടാണത്? റെഡ് സോയിലിൽ കൂടുതൽ ഓർഗാനിക് മാറ്റർ, ജൈവവസ്തുക്കൾ ഉണ്ട്, അതുകൊണ്ടാണ്.